ഈ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ കാര്യം പറയുമ്പോൾ വീണ്ടും ഇത് പ്രസക്തി വരുന്ന ഇവിടെയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം ഇവിടെ മാറാൻ പോകും. എന്താ ലീഗിന്റെ അവസ്ഥ? ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് CPM-ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ സഹായിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉള്ളത്. ആ സഹായിച്ച ആ ഗവൺമെന്റ് ഇവിടെ അസ്തിത്വമുണ്ട്. ആ അസ്തിത്വം ആര് വിചാരിച്ചാലും ഇനി വരാനിരിക്കുന്ന 4.5 കൊല്ലം കൊണ്ട് തകർക്കാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. ലക്ഷക്കണക്കിന് സഖാക്കള് അവരുടെ ജീവനും രക്തവും കൊടുത്ത് ഈ സർക്കാരിനെയും ഈ പാർട്ടിയെയും ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങൾക്ക് വേണ്ടി നിലനിർത്തും. ആ പോരാട്ടത്തിന്റെ മുന്നിൽ ജീവൻ കൊടുക്കണമെങ്കിൽ PV അൻവർ ജീവൻ കൊടുക്കും. ശ്രീ PV അൻവറിനെ കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവം എന്താണെന്ന് അറിയാൻ പോകുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ കേരളത്തിലെ നിയമസഭയിൽ എത്തിയിട്ടുള്ളത്. ആ പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടുകളുണ്ട്. ആ ചട്ടക്കൂടിനനുസരിച്ച് എനിക്കും പ്രവർത്തിക്കാൻ കഴിയൂ, ആർക്കും പ്രവർത്തിക്കാൻ കഴിയൂ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് സങ്കടമാണുള്ളത്. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരാളാണ് ശ്രീ PV അൻവർ. എത്രയോ കോടിക്കണക്കിന് രൂപയുടെ അദ്ദേഹം സമ്പാദിച്ചത് മാത്രമല്ല, പാരമ്പര്യമായിട്ട് തന്നെ വലിയ ആസ്തിയുള്ള ഒരു കുടുംബമാണ്. മലപ്പുറം ജില്ലയിലെ പ്രമാണിമാരെ പണം വാങ്ങിയിട്ടാണ് ഇവിടെ സീറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. PV അൻവർ മുതലാളി, PV അൻവർ മുതലാളി. മുമ്പ് മുതലാളിമാരാ, ആരെയും കട്ടും കവർന്നും ഉണ്ടാക്കിയല്ല, പാരമ്പര്യമായി കിട്ടിയത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അത്രയും ശക്തമായ സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തി പൊതുജനങ്ങളെ സേവിച്ച് ഞാൻ ജീവിക്കൂ എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്തുകൊണ്ട് പൊതുജന സേവന രംഗത്തേക്ക് ചാടി ഇറങ്ങുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. പുത്തനുള്ളവരൊക്കെ അവനവന്റെ ജീവിതം സമൃദ്ധമാക്കാൻ നോക്കുന്ന ഒരു കാലത്ത് ഞാൻ പൊതുജനങ്ങളെ സേവിച്ച് അടങ്ങൂ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു വാശിയോടുകൂടി പൊതുജന പ്രവർത്തന രംഗത്തേക്ക് ചാടി ഇറങ്ങിയ ഒരു വ്യക്തിയാണ് PV അൻവർ എന്ന് പറയുന്നത്. ആ മനുഷ്യനാണ് ഇന്ന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ അദ്ദേഹം മറുനാടൻ മലയാളിയുടെ ഓഫീസിന് താഴെ ചെന്ന് ഒരു ജീപ്പിൽ ചാരി നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പൂച്ചമീശയൊക്കെ പിരിച്ചുവെച്ച് ഒരു പ്രത്യേക നിലയിലുള്ള ഗാംഭീര്യം, ഇന്നത്തെ യുവാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വാഗ് അല്ലെ, അങ്ങനെ ഗാംഭീര്യം ജനിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന നിലയിലുള്ള ഒരു അഹംഭാവ നിമിഷത്തെ പകർത്തി വെച്ചുകൊണ്ട് ഫേസ്ബുക്കിലൂടെ ധാരാളം കയ്യടികൾ വാങ്ങി സഹിക്കാൻ പറ്റാത്ത നിലയിലുള്ള ആദരവ് ജനങ്ങൾ പ്രകടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിന്റെ ആരാധകർ പ്രകടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. മറുനാടൻ മലയാളി എവിടെയൊക്കെയാണ് പോയി ഒളിച്ചതെന്ന് പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് കഷ്ടപ്പെടുത്തി കളഞ്ഞു. ഓഫീസിൽ ചെന്ന് ശ്രീ ഷാജൻ സ്കറിയയ്ക്ക് ചെന്ന് കയറാൻ കഴിയാത്ത നിലയിലുള്ള സാഹചര്യം ഒരുക്കി. കുറ്റിക്കാട്ടിൽ ഇരുന്നു കൊണ്ട് പോലും അദ്ദേഹത്തിന് ലൈവ് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വീഡിയോ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവർ പരിഹസിച്ചു. അധികാരം, സമ്പത്ത്, സ്വാധീനശേഷി ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഈ PV അൻവർ അമ്മാതിരി പ്രകടനം നടത്തിയത്. സ്വാഭാവികമായിട്ട് ആ സമയത്ത് എനിക്ക് ഒരല്പം അമർഷം ഉണ്ടായിരുന്നു. ഒരു വ്യക്തി ഈ തണ്ട് കാണിക്കുമ്പോൾ, അതായത് എനിക്ക് സ്വാധീനശേഷിയുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന അഹങ്കാരത്തിന്റെ പുറത്ത് തന്നെയാണല്ലോ ആ മനുഷ്യൻ ഇതുപോലുള്ള പണിക്കിറങ്ങി തിരിച്ചത്. എത്രയോ വെല്ലുവിളി, ഒരു ജനപ്രതിനിധി ചെയ്യാൻ പാടില്ലാത്ത നിലയിലുള്ള വെല്ലുവിളികളൊക്കെ അദ്ദേഹം നടത്തി കണ്ടു. പക്ഷെ എന്നിട്ട് സംഭവിച്ചതെന്താണ്? ഇപ്പൊ സംഭവിച്ചതെന്താ? പോലീസ് ചെന്ന് ചുരുട്ടിയെടുത്തുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു ദിവസം അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വം ഇടിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ തീർച്ചയായിട്ടും മഹാത്മാഗാന്ധിജി ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അതൊരു മഹത്വമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തിന് അദ്ദേഹത്തിന് ലഭിച്ചൊരു മഹത്വമായിട്ട് അദ്ദേഹം അതിനെ കാണുക. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ജയിൽവാസം അനുഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും സാമ്പത്തിക ശേഷിയുള്ള, ഇത്രയും കോടാനുകോടീശ്വരനായിട്ടുള്ള, ആഫ്രിക്കയിൽ വരെ സ്വർണ്ണ ഖനനം ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ അത്തരം വ്യവസായങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി, ജനപ്രതിനിധിയായിട്ട് പോലും അദ്ദേഹം അവിടെ പോയിട്ട് ഈ പറയുന്ന പ്രവൃത്തി ചെയ്തു. അദ്ദേഹം അതിന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയം ഒരു കച്ചവടമല്ല. രാഷ്ട്രീയം പൊതുനന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിനുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. എന്നെപ്പോലെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സാമൂഹ്യ പ്രവർത്തനമായി മാറുമ്പോൾ വളരെയധികം ചെലവ് ഓരോ ദിവസവും വരുന്ന വ്യക്തി കൂടിയാണ് ഞാൻ. പാവങ്ങളായിട്ടുള്ള അനവധിയായ ആളുകൾ പലതരത്തിലുള്ള വ്യക്തിപരമായ സഹായത്തിനും എന്നെ വന്ന് കാണാറുണ്ട്, പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കാറുണ്ട്. എന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ ഇല്ലാതായതിനു ശേഷം ഇതിനൊന്നും കഴിയാത്ത വിധം മാനസികമായും പല പ്രയാസത്തിലായി ഞാൻ എന്ന വസ്തുത എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ ദൈവാനുഗ്രഹം കൊണ്ട് ഒരു മൈനിങ് ആക്ടിവിറ്റിയുമായി ആഫ്രിക്കയിലെത്തിയതാണ് ഞാൻ. ഇവിടെ ഇഞ്ചി കൃഷി നടത്താൻ വന്നതോ കടലക്കൃഷി നടത്താൻ വന്നതോ അല്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ മാന്യമായ ബിസിനസ് ചെയ്ത് എന്റെ ഈ ബാധ്യതകളും പ്രശ്നങ്ങളും തീർത്ത് നാട്ടിലെ സാധാരണക്കാരെ, ജനങ്ങളെ സഹായിക്കാനും എന്റെ കുടുംബം പോറ്റാനുമുള്ള ഒരു വഴി തേടി വന്നതാണ് ഞാൻ. കൈയടിക്കേണ്ട സാഹിത്യമല്ലേ തട്ടിയത്? 5 പൈസ പൊതുപ്രവർത്തനത്തിൽ നിന്ന് വസൂലാക്കില്ല
എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജന സേവന രംഗത്തേക്ക് ഇറങ്ങി വന്ന അപൂർവ ജനസിൽപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് തീർച്ചയായിട്ടും നമ്മുടെ പി വി അൻവർ എന്ന് പറയുന്നത്. എന്തുമാത്രം കഷ്ടപ്പാടാണ് ആ മനുഷ്യൻ അനുഭവിക്കുന്നത്. അതിലാണ് എനിക്കൊരു സഹതാപം. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ആ പി വി ഷൗക്കത്ത് അലി മറിയുമ്മ ദമ്പതിമാരുടെ 4ാമത്തെ കുട്ടിയാണ് പി വി അൻവർ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മഹാമനുഷ്യൻ പി വി ഷൗക്കത്ത് അലി, അദ്ദേഹം AICC അംഗമൊക്കെ ആയിരുന്ന കോൺഗ്രസ് പാരമ്പര്യമുള്ള ജവഹർലാൽ നെഹ്റു പോലും വന്ന് താമസിച്ചിട്ടുള്ള ഒരു കുടുംബത്തിൽപ്പെട്ട നമ്മുടെ പി വി ഷൗക്കത്ത് അലി ഈ ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ കാര്യം പറയുമ്പോൾ വീണ്ടും ഇത് പ്രസക്തി വരുന്ന ഇവിടെയാണ്. ഒരു 3 കുട്ടികളെ ഉൽപ്പാദിപ്പിച്ച് അദ്ദേഹം ആ പരിപാടി അവസാനിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ പി വി അൻവറിന് ഇപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ല. 4ാമതൊരു കുട്ടി കൂടി വേണമെന്ന് പറയുന്ന വാശിയോടുകൂടി പി വി ഷൗക്കത്ത് അലി നടത്തിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമാണ് നമ്മളുടെ പി വി അൻവർ. ഇന്ന് അദ്ദേഹം കിടന്ന് കഷ്ടപ്പെടുകയാണ്, ജീവിക്കാൻ പെടാപ്പാട് പെടുകയാണ്. ആ 3 കുട്ടികളിൽ നിർത്തിയിരുന്നുവെങ്കിലോ ഇന്ന് ഈ ഗതികേട് അൻവറിന് വരുമോ? ഈ കഷ്ടപ്പാടുണ്ടാവുമോ? പട്ടത്ത് പോയി ജീപ്പിൽ ചാരി മറുനാടനെ വെല്ലുവിളിച്ച് നാണം കേട്ട് അതേ പോലീസ്, അതായത് മറുനാടനെ പിടിപ്പിക്കാൻ പായിച്ച അതേ പോലീസ് തന്നെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ട് ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ജനിച്ചു പോയത് കൊണ്ടാണ്. അപ്പൊ പി വി ഷൗക്കത്ത് അലി 3 കുട്ടികളെ മാത്രം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തന്റെ ആ സന്താനോൽപാദന പ്രവർത്തനം നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഗതികേട് ആ മനുഷ്യന് വരില്ല, അല്ലേ? എന്ത് തെളിയിക്കാനായിരുന്നു? 3 കുട്ടികൾ പോരെ? തന്റെ പ്രത്യുൽപാദന ശേഷി കൃത്യമായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. 3 കുട്ടികളിൽ മതിയായിരുന്നു, പക്ഷെ പറ്റിയില്ല. 4ാമതും അദ്ദേഹം സൃഷ്ടിച്ചു. അതാണ് നമ്മുടെ പി വി അൻവർ. ഈ യാഥാർത്ഥ്യം നിങ്ങൾ അറിയണം. എന്തായാലും അദ്ദേഹത്തിന്റെ പിതാവിന്റെ പാരമ്പര്യം പേറിക്കൊണ്ട് അദ്ദേഹം ഇപ്പോ കോൺഗ്രസുകാരനാവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? പി വി അൻവർ ഇനി അഹിംസാവാദിയാവും, പി വി അൻവർ ഇനി ഗാന്ധിയനാവും, പി വി അൻവർ ഇനി കോൺഗ്രസുകാരനാവും, പി വി അൻവർ ഇനി UDF കാരനാവും. നിലവിൽ പി വി അൻവർ DMK കാരനായി നിന്നുകൊണ്ടാണ് പൊതുജന സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ തമിഴ്നാട് DMK അല്ല, ഇത് ഇദ്ദേഹത്തിന്റെ സ്വന്തം DMK. അത് വേണ്ടത്ര വിജയിച്ചില്ല. അതിന് തൊട്ട് മുന്നേ അദ്ദേഹം സഖാവായിരുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ടായിരുന്നു. പുള്ളിക്ക് ജാതിയില്ല, മതമില്ല, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തോട് അമിതമായിട്ടുള്ള ഒരു ആസക്തി ഉണ്ടായപ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. അപ്പോഴാണ് MLA ആയത്. അതിനു മുന്നേ സ്വന്തം നിലയിൽ പരിശ്രമിച്ചു, സ്വതന്ത്രനായി നിന്നു, ജനങ്ങളടുപ്പിച്ചില്ല, തോൽപ്പിച്ചു കളഞ്ഞു. ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട്. കാരണം ഈ മനുഷ്യനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ല. അടിച്ചു മാറ്റാൻ വന്നവനല്ല പി വി അൻവർ, അത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ മനുഷ്യനെ ജയിപ്പിച്ചു വിട്ട് കഷ്ടപ്പെടുത്തണ്ട. ജയിപ്പിച്ചു വിട്ട് കഴിഞ്ഞാലും കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ആഫ്രിക്കയിൽ പോയി ഖനനം ചെയ്യാൻ തുടങ്ങും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി പൊതുജനത്തിന് വിവരമുണ്ട്. അതുകൊണ്ട് പൊതുജനം ഇദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ തോൽപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഇദ്ദേഹം LDF-നോടൊപ്പം ചേർന്നു. LDF അദ്ദേഹത്തിനെ എന്തിനാ എടുത്തു വെച്ചതാവോ? ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരാളെ, ജനങ്ങൾ തോൽപ്പിച്ചു കളഞ്ഞ ഒരാളെ LDF എടുത്തു വെച്ചു. അതെന്തുകൊണ്ടായിരിക്കും? വ്യാപാരാവശ്യത്തിന് ആഫ്രിക്കയിൽ പോയതാണെന്ന് അൻവർ പറഞ്ഞു. നിലമ്പൂരിൽ ഇടത് സ്ഥാനാർത്ഥിയായി CPM നിശ്ചയിച്ചിരിക്കുന്നത് പി വി അൻവറിനെയാണ്. എന്നാൽ MLA മാസങ്ങളായി നാട്ടിലില്ലാത്തത് ചർച്ചയായിരുന്നു. ഈ ഭൂമിയിൽ സാറ്റലൈറ്റ് സർവേയുടെ സഹായത്തോടു കൂടി ഗോൾഡും അതുപോലെ തന്നെ വജ്രവും ഡയമണ്ടും ഇരിക്കുന്ന സ്പോട്ടുകൾ ഐഡന്റിഫൈ ചെയ്ത് അവിടെ കുഴിച്ചു നോക്കി, അവിടെ മണ്ണ് പരിശോധന നടത്തി, പാറ പരിശോധന നടത്തി അദ്ദേഹം ലൈസൻസിന് വേണ്ടി അപേക്ഷിക്കുകയും നിർബന്ധമായും ഞാൻ വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനെ ആധാരമാക്കിയാണ് ഞാൻ 3 മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് വന്നത്. ഈ 3 മാസത്തോളമായിട്ടുള്ള നിരന്തരമായ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന്റെ പിന്നിലായിരുന്നു ഞാൻ. അതെല്ലാം നമുക്ക് മാറ്റിവെക്കാം. ഇടതുപക്ഷത്തോട് എന്തുകൊണ്ടാണ് അൻവറിന് തെറ്റേണ്ടി വരുന്നത്? അതിനുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്താ? ആ പറയുന്ന കാരണങ്ങളിൽ എത്രത്തോളം വ്യക്തിപരമായി അൻവറിനെ ബാധിച്ചതായിട്ടുണ്ട് ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ? അദ്ദേഹം വളരെ സുദീർഘമായി നടത്തിയിട്ടുള്ള പത്രസമ്മേളനം ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇത് പൊതുകാര്യത്തിനു വേണ്ടിയിട്ടല്ല അദ്ദേഹം ഇടതുപക്ഷവുമായി തെറ്റിയത്. അദ്ദേഹത്തിന് പല നിലയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. താൻ ഉദ്ദേശിക്കുന്ന നിലയിലുള്ള നിയന്ത്രണം LDF-ന് മേൽ, അല്ലെങ്കിൽ പിണറായി വിജയന് മേൽ, അതല്ല എന്നുണ്ടെങ്കിൽ CPM-ന് മേൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. അതല്ലെങ്കിൽ നേരത്തെ സാധിച്ചിരുന്നത് പോലെ ഇപ്പോൾ കഴിയാതെ പോകുന്നു. ആഫ്രിക്കയിൽ എന്നെ സംബന്ധിച്ച് ആഫ്രിക്ക പൊളിയരുത്, അത്രയേ ഉള്ളൂ. കേരളം ഞാൻ വിട്ടു. അവിടെയും ഉണ്ടായിരിക്കുന്നത് വ്യക്തിപരമായ കച്ചവട നഷ്ടമാണ്. അതിനെ പ്രതിയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു വ്യവസായി മാത്രമായിട്ട് നിന്നിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ല, ഇത്രയും അദ്ദേഹത്തിന് കച്ചവട നഷ്ടം വരില്ല. കാരണം ഈ പറയുന്ന പ്രധാനപ്പെട്ട പാർട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൈമടക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോവാം. അത് ചെയ്യാമായിരുന്നു. പക്ഷെ അദ്ദേഹം പൊതുപ്രവർത്തകനാവുന്നു, ആദർശധീരനാവുന്നു. ഇതെല്ലാം പോരാഞ്ഞിട്ട് തനിക്ക് നഷ്ടം വരുമ്പോഴത്തേക്കും വാ നിറയെ ഭ്രാന്തുമായിട്ട് അദ്ദേഹം നേരെ CPM-ന് നേരെ കുരയ്ക്കുന്നു. വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നു. ഒരു ഗതിയുമില്ലാതെ DMK തുടങ്ങുന്നു. DMK രക്ഷപ്പെടില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. നേരെ
കോൺഗ്രസിലേക്ക് ചെന്ന് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കുക ആ ജീവിതം. അൻവർ മുതലാളി നല്ല തൊഴിലാളിയായിട്ട് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുക. കണ്ടോ എന്റെ കളർ കണ്ടോ നിങ്ങൾ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു കളറാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ കളറാ, കഴുത്ത് നോക്കിയാൽ വേറെ കളറാ. എത്ര ദയനീയമായിട്ടുള്ള ജീവിതമാണ്. ഒറ്റയ്ക്ക് നിന്നാൽ തോറ്റുപോകുന്ന ഒരാൾ, CPM ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരാൾ, സാധ്യത എന്നല്ല ജയിക്കില്ലാത്ത ഒരാൾ, സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ആ പാർട്ടി കൂടെ ആരും പോയിട്ടില്ല, ഒരുത്തൻ പോയിട്ടില്ല. അത്രയും സ്വാധീന ശേഷി ഇല്ലാത്ത ഒരു മനുഷ്യനെ എന്തിനാണ് കോൺഗ്രസ് ചുമക്കുന്നത്? PV അൻവറിന് ഏത് പാർട്ടിയിലും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. ഇപ്പൊ സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് എടുക്കുമ്പോൾ കോൺഗ്രസിന് തീർച്ചയായിട്ടും ചില നേട്ടങ്ങൾ കണ്ടേക്കാം. കാരണം ഒന്നുമല്ലെങ്കിൽ പോലും നമ്മുടെ സന്ദീപ് വാര്യർ നന്നായിട്ട് നാവാടുന്ന വ്യക്തിയാണ്, നല്ലൊരു നാവാടിയാണ്. എന്ത് കാര്യങ്ങളും അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് ആധികാരികമായിട്ട് ഇതാണ് ഇതിലെ ശരി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ, അതായത് കുറച്ച് സൈദ്ധാന്തികമായിട്ട് ദൗർബല്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരിൽ ഒരു വലിയ സംഭവമായി സ്വാധീനമായി വളരാനുള്ള ഒരു കഴിവ് സന്ദീപ് വാര്യരിലുണ്ട്. എന്നാൽ PV അൻവറിലുണ്ടോ? PV അൻവറിന്റെ വായ നിറയെ ഭ്രാന്താണ്. സത്യം അതാണ്. നിലനിൽപ്പിന് വേണ്ടി പലരും പല നുണകളുമൊക്കെ പറയും. അത് നുണയാണ് താൻ പറയുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ്. പക്ഷെ PV അൻവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാവും PV അൻവർ താൻ പറയുന്നത് സത്യമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതാണ് ഭ്രാന്തെന്ന് പറയുന്നത്. മനഃപൂർവ്വം കരുതിക്കൂട്ടി സഹജീവിയെ കബളിപ്പിക്കാൻ വേണ്ടിയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയും ഒരുത്തൻ നുണ പറയുന്നതിനെ മനസ്സിലാക്കാൻ ഒരു നുണയനാണ്. പക്ഷെ താൻ പറയുന്ന നുണയാണെന്ന് മനസ്സിലാക്കാൻ പോലുമുള്ള ശേഷി ഇല്ലെങ്കിലോ, താൻ ഈ പറയുന്നതെല്ലാം സത്യമാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലോ, അതാ ഞാൻ പറഞ്ഞത് വായ നിറയെ ഭ്രാന്താണ്. എന്നാൽ ഒരു ശിശു സമാനമായ കള്ളത്തരങ്ങളെ PV അൻവറിനുള്ളൂ എന്നുള്ളത് മറ്റൊരു സത്യം. ഞാനത് പറയാൻ കാരണം, പുള്ളിക്ക് നമ്മുടെ ഈ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ, അതല്ലെങ്കിൽ ഇപ്പോൾ അറിയാമല്ലോ, നമ്മുടെ വാട്ടർ തീം പാർക്കൊക്കെ പണിത് പരിസ്ഥിതിയെ സംരക്ഷിച്ച, പൊതുജനങ്ങളെ ആനന്ദിച്ച, പട്ടിണിപ്പാവങ്ങളെ ആനന്ദിപ്പിക്കാൻ വാട്ടർ തീം പാർക്ക് പണിതവനാണ് നമ്മുടെ ഇദ്ദേഹം. തടയണ നിർമ്മാണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി പലതും ചെയ്തു. അപ്പോൾ ഈ സഹ്യപർവ്വതം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിനെ കാണുന്നത്, ഈ സഹ്യപർവ്വതം സംരക്ഷിക്കേണ്ടത് യഥാർത്ഥത്തിൽ ജപ്പാൻകാരുടെ ആവശ്യമാണ് എന്ന് പറയുന്ന ഒരു വലിയ ശാസ്ത്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ഒരു മഹാനാണ് നമ്മളുടെ PV അൻവർ എന്ന് പറയുന്നത്. അവിടെ മുതലാണ് എനിക്ക് PV അൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് വലിയ ബഹുമാനവും ആദരവും തോന്നിയത്. കാരണം ഞാൻ എന്നെ സന്തോഷിപ്പിക്കുന്ന എല്ലാ ആളുകളെയും അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ്റെ ഒരു കൊച്ചു ജീവിതത്തിൽ ഒരുപാട് പലതരത്തിലുള്ള സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്നതിനിടയിൽ എന്നെ രസിപ്പിക്കുന്ന ഏതൊരാളോടും എനിക്ക് ബഹുമാനവും ആദരവുമുണ്ട്. ആ നിലയിൽ PV അൻവറിനോടുമുണ്ട്. PV അൻവർ പറഞ്ഞു, സഹ്യപർവ്വതം അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ വനമൊക്കെ സംരക്ഷിക്കേണ്ടത് വാസ്തവത്തിൽ ജപ്പാൻകാരുടെ ആവശ്യമാണ്. കാരണം ഇവിടെ നിന്നുള്ള മഴമേഘങ്ങൾ സഹ്യപർവ്വതം കടന്നുകൊണ്ട് പതിയെ 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 കുണുങ്ങി സഞ്ചരിച്ച് ജപ്പാനിൽ ചെന്ന് സമൃദ്ധമായി പെയ്ത് അവിടെയുള്ള ആളുകൾക്ക് മഴ കൊടുക്കുന്നു, ജലം കൊടുക്കുന്നു. അങ്ങനെ അവരുടെ ജീവന് ജലം അത്യാവശ്യമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജപ്പാനിൽ ജലം ലഭിക്കുന്നത് നമ്മുടെ സഹ്യപർവ്വതവും നമ്മുടെ വനമേഖലയും ഉള്ളതുകൊണ്ടാണ് എന്ന് അദ്ദേഹം സമർത്ഥിച്ചു. അതായത് ജപ്പാൻകാരുടെ കുടിവെള്ളം മുട്ടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സഹ്യപർവ്വതത്തെ തകർക്കണം, നമ്മളുടെ പരിസ്ഥിതിയെ ഇല്ലാതാക്കണം, അങ്ങനെ ജപ്പാന്റെ കുടിവെള്ളം മുട്ടിക്കണം. ഇതാണ് പുള്ളി പറഞ്ഞതിന്റെ പൊരുൾ. അതായത് ഇവിടെയുള്ള ജപ്പാൻ വിരോധികൾ സഖ്യപർവ്വതത്തിന്റെ മൂട് പിഴുതു കളയാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചു എന്നുള്ളതാണ് PV അൻവർ പറയുന്നത്. അമ്പടാ, ഇപ്പം നമ്മളുടെ ഇവിടെ ഇത് മുഴുവൻ കാട് പിടിപ്പിച്ചിട്ട് ജപ്പാൻമാരങ്ങനെ സുഖിക്കണ്ട, നമ്മുടെ ഇവിടുത്തെ വനം കൊണ്ട് ജപ്പാൻകാർ സുഖിക്കണ്ട, അവന്മാരങ്ങനെ വെള്ളം കുടിക്കണ്ട എന്ന് പറയുന്നൊരു ചിന്ത. അപ്പൊ ഇവൻ കാട് കയറ്റം തുടങ്ങും. അതായത് സ്വന്തം വൃത്തികേടിന് മറയാക്കാൻ വേണ്ടി സ്വന്തം വിവരക്കേടിനെ തന്നെ ഉപയോഗിക്കുന്ന ഒരു മഹാനാണ് നമ്മുടെ അൻവർ എന്ന് പറയുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. സങ്കടവും സഹതാപവും ഒക്കെ മാത്രമേ എനിക്ക് ആ മനുഷ്യനോടുള്ളൂ. അതായത് എത്ര നിഷ്കളങ്കമായിട്ടാണ് അദ്ദേഹം ആ ഒരു ഇല്ലായ്മ പറയുന്നത്. ഒരു വല്ലായ്മയും കൂടാതെ ഇല്ലായ്മ പറയുക, സത്യം പറയുന്നത് പോലെ കല്ലുവെച്ച നുണകൾ തട്ടുക, ആദർശധീരനാണെന്ന് സമർത്ഥിക്കുക. അതായത് ഒരു കാട്ടുപട്ടി കഴുതപ്പുലികളുടെ കൂടെ ചേരുന്നു ദുഷ്ടലാക്കോടുകൂടി. കഴുതപ്പുലികളുടെ ഒപ്പം നിന്നിട്ട് വേണ്ടത്ര ഗുണം കിട്ടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നേരെ മാൻപേടകൾക്ക് മുന്നിൽ ചെന്നിട്ട് ഈ കാട്ടുപട്ടി കഴുതപ്പുലികൾക്കെതിരെ നിലപാട് കൈക്കൊള്ളുന്നു. ആത്യന്തികമായി കഴുതപ്പുലികളുടെയും കാട്ടുപട്ടികളുടെയും ലക്ഷ്യമൊന്നാണ്. പക്ഷേ കഴുതപ്പുലി കൂട്ടത്തിൽ നിന്ന് വേണ്ടത്ര ഗുണം കാട്ടുപട്ടിക്ക് കിട്ടാത്തതുകൊണ്ട് ഈ കാട്ടുപട്ടി മാനുകൾക്ക് മുന്നിൽ ചെന്ന് നല്ല പിള്ള ചമയാൻ ശ്രമിക്കുകയാണ്. കഴുതപ്പുലികളെ സൂക്ഷിക്കണം, സത്യമാണ്. കഴുതപ്പുലികളെ പോലെ തന്നെ ഈ കാട്ടുപട്ടിയെയും സൂക്ഷിക്കണം. കാരണം ഇവൻ ഒറ്റുകാരനേക്കാൾ നീചനായിട്ടുള്ള ഒരാളാണ് ഈ കാട്ടുപട്ടി. ഇത് തന്നെയാണ് അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ മുഖത്ത് നോക്കുമ്പോഴത്തേക്കും ഗാന്ധിജി കഴിഞ്ഞാൽ പിന്നീട്
ഇത്രത്തോളം സത്യവാനായിട്ടുള്ള മറ്റൊരു മനുഷ്യൻ ഈ ഉലകത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് PV ഷൗക്കത്ത് അലിയുടെ 4ാമത്തെ പുത്രനായ ഈ PV അൻവറാണ് എന്ന് പറയുന്ന ഭാവമാണ് അദ്ദേഹം പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പത്രസമ്മേളനങ്ങളിൽ. ഇയാളെ വിശ്വസിക്കാനും അംഗീകരിക്കാനും ആളുകൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നതാണ് നമ്മളുടെ നാടിന്റെ ശാപം. പാർട്ടി മാറ്റം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു കുറ്റകരമായ സംഗതിയോ കുറവുള്ള ഒരു കാര്യമോ ഒന്നുമല്ല. കാരണം നമുക്കൊക്കെ അറിയാം, ഈ പാർട്ടികളെല്ലാം കഷ്ടപ്പെടുന്നത് അധികാരം നേടാനാണ്. എന്തിനാണ് അധികാരം നേടുന്നത്? പൊതുജനങ്ങളെ സേവിക്കാനാണോ? പൊതുജനങ്ങളെ സേവിക്കാൻ അധികാരം വേണ്ടതില്ല. തീർച്ചയായിട്ടും അധികാരം വേണമെന്നില്ല. പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് സേവിക്കാം, വെറും പൗരനായിരുന്നു കൊണ്ട് സേവിക്കാം, തന്നാൽ കഴിയുന്ന വിധം, അല്ലേ? ദിശാബോധമുള്ള, നിസ്വാർത്ഥരായിട്ടുള്ള, സാമൂഹ്യ ബുദ്ധിയുള്ള, പൗരബോധമുള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾക്ക് 5 കൊല്ലം വേണ്ട ഈ നാടിനെ നേരെയാക്കിയെടുക്കാൻ. 5 കൊല്ലം വേണ്ട. 1947 മുതൽ ഇന്ന് 2025 നിൽക്കുമ്പോൾ കാലം എത്ര കഴിഞ്ഞു? എന്തു മാറ്റമാണ് ഉണ്ടായത്? ഇവിടെ പാവപ്പെട്ട ആളുകൾ ഇല്ലാതായിട്ടുണ്ടോ? അവരുടെ എണ്ണം കൂടിയിട്ടല്ലേ ഉള്ളൂ, അല്ലേ? ഇവിടെ ശക്തി പ്രാപിച്ചത് ആരൊക്കെയാണ്? പൊതുപ്രവർത്തനം നടത്തി ഏതെങ്കിലും ഒരുത്തൻ നശിച്ചു പോയിട്ടുണ്ടോ? പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങി ഏതെങ്കിലും ഒരുത്തൻ നശിച്ചു പോയിട്ടുണ്ടോ? ദാരിദ്ര്യ നിർമ്മാണമാണ് നമ്മുടെ പൊതുപ്രവർത്തകരുടെ പ്രധാനപ്പെട്ട പണി. അത് ഏതു പാർട്ടിയായാലും അതാണ്. അധികാരം നേടാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ ഖജനാവിന്റെ അവകാശം തങ്ങൾക്ക് വേണം എന്ന് പറയുന്ന ചിന്തയോടുകൂടിയാണ് ഈ പാർട്ടികൾ പരസ്പരം കടിപിടി കൂട്ടുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൊതുസമൂഹം അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇവരോടൊന്നും ഇത്ര ആവേശം കാണിക്കില്ല. ഇവരുടെ ഒന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ ചെന്ന് PR പ്രവർത്തകരുടെ ഭാഗമായി നിന്നുകൊണ്ട് അവർ നടത്തുന്ന പ്രകടനങ്ങൾ മാറ്റ്. സാധാ ജനങ്ങൾ ഇവരെ ഒന്നും വിശ്വസിക്കില്ല, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ല. ഇവർക്കൊക്കെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് പൊതുപ്രവർത്തനം കൊണ്ട് ഇവർ ലക്ഷ്യമിടുന്ന കാര്യം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരുത്തൻ നശിച്ചു പോയിട്ടുണ്ടോ? ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ പൊതുപ്രവർത്തനം കൊണ്ട് നശിച്ചു പോയിട്ടുണ്ടോ? ചില സാധുക്കൾക്കൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് കേമന്മാര് അടിച്ചു മാറ്റിക്കൊണ്ട് പോയതുകൊണ്ട്. ഒരു ശുദ്ധനെ പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു പരിപാടി ഏൽപ്പിക്കും, സത്യസന്ധനെ. അവനത് ആത്മാർത്ഥമായിട്ട് ചെയ്തു കൂട്ടും, അവനെ പറ്റിക്കും, എന്നിട്ട് അവനെ കൊലയ്ക്ക് കൊടുക്കും. ഇതൊക്കെ തന്നെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു, അതായത് അനുഭാവിയാവട്ടെ, അണിയാവട്ടെ, നേതാക്കളാവട്ടെ, ഇവർക്കെല്ലാം ആവശ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ കക്ഷിയെ കൊണ്ട് നേട്ടമുണ്ടാക്കുക എന്ന് പറയുന്നതാണ്. പൊതു സമൂഹത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കുക, നാട് കൊള്ളയടിക്കുക, ഇത് മാത്രമാണ് ഇവരുടെ എല്ലാം പണി എന്ന് പറയുന്നത്. PV അൻവറിനെ മാത്രമായിട്ട് ഒരു കുറ്റവും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവന്മാരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പൊതുജനങ്ങൾക്ക് ബുദ്ധി വരാത്ത കാലത്തോളം വെറും പൗരന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ലോകത്തുണ്ടല്ലോ, പോങ്ങനെ പോലുള്ള വെറും പൗരന്മാർ, സാധാ പൗരന്മാർ, അവരാണ് ആദ്യം ബുദ്ധിയുള്ളവരായി മാറേണ്ടത്. ഈ പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയുള്ള പണിയാണെന്നും നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ദാരിദ്ര്യത്തെയും നമ്മുടെ കഷ്ടതകളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇവന്മാരെന്തോ ഈ നാട് അങ്ങോട്ട് നന്നാക്കി കളയുമെന്ന് പറയുന്ന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് ഈ പൊതുപ്രവർത്തനത്തിന്റെ പേരിൽ എന്ന് വിചാരിക്കുന്നിടത്ത് മാത്രമാണ് അബദ്ധമിരിക്കുന്നത്. നമ്മളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതൊന്നുമല്ല അവരുടെ ഉദ്ദേശം, സ്വയം രക്ഷപ്പെടുക എന്നുള്ളതാണ്. ഖജനാവ് കൊള്ളയടിക്കാനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് മുന്നിൽ അവർ ചിരിക്കുന്നത്, യാചിക്കുന്നത്, നല്ല വെള്ള ചമയുന്നത്, ആദർശധീരരാകുന്നത്. സത്യസന്ധമായിട്ട് പറയുക. PV അൻവർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിജീവനത്തിനു വേണ്ടിയുള്ള തത്രപ്പാടാണ്. എൻ്റെ ഒരേ ഒരു ചോദ്യം ഇതേ ഉള്ളൂ, ഒറ്റയ്ക്ക് നിന്നാൽ തോറ്റുപോകുന്ന PV അൻവർ, ഒറ്റയ്ക്ക് എവിടെ പോയി നിന്നാലും തോറ്റുപോകുന്ന PV അൻവർ, ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ മാത്രം ജയിച്ച PV അൻവർ, ഇടതുപക്ഷം കൈയൊഴിഞ്ഞാൽ തോറ്റുപോകുന്ന PV അൻവർ, സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ ആ പാർട്ടിയെ വളർത്തിയെടുക്കാൻ കഴിയാത്ത PV അൻവർ, ഇനി എന്തിനാ കോൺഗ്രസ്സുകാരനാവുന്നത്? ആ PV അൻവറിനെ എന്തിനാണ് കോൺഗ്രസ്സുകാർ വിലവെക്കുന്നത്? ആ PV അൻവറിനെ ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്യാനാണ് കോൺഗ്രസ്സുകാർ? കോൺഗ്രസിന് നഷ്ടം വരും, UDFന് നഷ്ടം വരും, PV അൻവറിനെ താങ്ങുന്ന മുസ്ലിം ലീഗിന് പോലും നഷ്ടം വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു PV അൻവറിനെ കരുത്തനായി കോൺഗ്രസ് കാണുന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള കരുത്ത? ജനപിന്തുണയല്ല കരുത്ത്, പിന്നെ എന്താ? അദ്ദേഹത്തിന്റെ പണം. ഇത് തന്നെയാണ് LDFും അദ്ദേഹത്തിൽ കണ്ടത്, പണം, കാശ്. ആ കാശ് പിടുങ്ങിക്കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇവനൊക്കെ അവസരങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവരിൽ നിന്നൊക്കെയുള്ള ഒരു നല്ല സഹജീവി സ്നേഹത്തോടു കൂടിയുള്ള, പൗരബുദ്ധിയോടുകൂടിയുള്ള ഒരു പൊതുപ്രവർത്തനം സംഭവിക്കുന്നത്? ഇവരെങ്ങനെയാണ് ഇത്രയും പണം മുടക്കി
രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ എങ്ങനെയാണ് പൊതുജനങ്ങളെ നിഷ്കളങ്കമായി സേവിക്കുന്നത്? കച്ചവടക്കാരൻ എപ്പോഴും അവന്റെ കച്ചവടം ലാഭത്തിലാക്കാനേ നോക്കുള്ളൂ. എൻ്റെ ഒരു വിശ്വാസം ഇതാണ്. അദ്ദേഹത്തിന് ആഫ്രിക്കയിലുള്ള ആ ഒരു ഖനി വ്യവസായമുണ്ടല്ലോ, തീർച്ചയായിട്ടും അതിന് സമാനമായ രീതിയിലുള്ള ഒരു കച്ചവടം മാത്രമാണ് ഇവിടെയുള്ള പൊതുജന സേവന വ്യവസായം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവിടെയും അദ്ദേഹം നിക്ഷേപം ഇറക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കോരിക്കൊണ്ടു പോകാൻ തന്നെയാണ്, ലാഭമുണ്ടാക്കാൻ തന്നെയാണ്. കച്ചവടക്കാർ നഷ്ടക്കച്ചവടത്തിന് നിൽക്കില്ല. എന്നെ സംബന്ധിച്ച് ഇനി ആഫ്രിക്ക പൊളിയരുത്, അത്രയേ ഉള്ളൂ. കേരളം ഞാൻ വിട്ടു. CPM-ഉം ഇടതുപക്ഷവുമാണ് ശരി എന്ന തിരിച്ചറിവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആളുകൾ വരുന്നുണ്ട്. പറഞ്ഞതുപോലെ ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ 4 വർഷം കഴിഞ്ഞ് നമുക്ക് കാണാം ഇവിടെ എന്താ സംഭവിക്കുന്നത്. കുറേ മുതലാളിമാർ ഇനിയും വരും.